2017 ഫെബ്രുവരി 17 കേരളത്തെ പിടിച്ചുകുലുക്കിയ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത്. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കാറിൽ യാത്ര ചെയ്യവേ നടിയെ അവരുടെ മുൻ ഡ്രൈവറായിരുന്ന സുനിൽകുമാർ എന്ന പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ഓടുന്ന കാറിൽ വെച്ച് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമാണ് ഉണ്ടായത്. ഈ കേസിൽ ഒന്നാം പ്രതിയാണ് പൾസർ സുനി. സുനിൽകുമാർ NS എന്നായിരുന്നു പൾസർ സുനിയുടെ യഥാർത്ഥ പേര്. കൊച്ചിയിൽ നിന്നും മാറി പെരുമ്പാവൂരിലെ ഒരു മലയോര പ്രദേശത്തായിരുന്നു സുനിയുടെ വീട്. ഇവിടെ നിന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ കൊച്ചിയിലേക്ക് ചേക്കേറിയ സുനി ചില്ലറ മോഷണങ്ങളും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമൊക്കെയായി കൊച്ചിയിൽ തന്നെയാണ് സ്ഥിരതാമസമാക്കിയിരുന്നത്. പൾസർ ബൈക്കുകൾ സ്ഥിരമായി മോഷ്ടിച്ചതിനാലാണ് പൾസർ സുനി എന്ന പേര് സുനിക്ക് വന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ സുനി കീഴടങ്ങാനെത്തിയതും ഒരു പൾസർ ബൈക്കിലായിരുന്നു. മോഷണവും ഗുണ്ടാ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കൊച്ചി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന സിനിമാ താരങ്ങളുമായി സുനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. സുനിക്കുട്ടൻ എന്നാണ് സിനിമാക്കാർക്കിടയിൽ പൾസർ സുനി അറിയപ്പെട്ടിരുന്നത്. നടൻ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ വാഹനങ്ങളിൽ ഒന്നിന്റെ ഡ്രൈവറായിരുന്നു സുനി. ദിലീപ് അഭിനയിക്കുന്ന സിനിമകളുടെ സെറ്റുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന അപ്പുണ്ണിയുടെ കാറ്ററിംഗ് യൂണിറ്റിന്റെ വാഹനങ്ങളിൽ ഒന്നിൽ സുനി ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സുനി സ്ഥിരമായി ദിലീപിന്റെ സിനിമാ സെറ്റുകളിൽ എത്താറുണ്ടായിരുന്നു. കേസിന്റെ തുടക്കത്തിൽ സുനിയെ അറിയില്ലെന്ന് മൊഴി നൽകിയ ദിലീപിന്റെ കള്ളം പൊളിച്ചതും ഇത്തരമൊരു സിനിമാ സെറ്റിൽ നിന്നും പുറത്തുവന്ന ഫോട്ടോകളായിരുന്നു. ജോർജേട്ടൻ സ്പൂരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ദിലീപ് എടുത്ത ചിത്രത്തിൽ പൾസർ സുനി കൂടി ഉൾപ്പെട്ടത് ദിലീപിന്റെ ഈ കള്ളം പൊളിച്ചു. കേസിന്റെ തുടക്കത്തിൽ തന്നെ പൾസർ സുനിയെ തള്ളുന്ന നിലപാടായിരുന്നു ദിലീപ് കൈക്കൊണ്ടത്. കേസിന് പിന്നാലെ ഗൂഢാലോചനയിലെ മുഖ്യ സൂത്രധാരൻ ദിലീപാണെന്നും ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് താൻ നടിയെ തട്ടിക്കൊണ്ടുപോയതെന്നും സുനി മൊഴി നൽകി. പണം ആവശ്യപ്പെട്ട് സുനി ദിലീപിന് അയച്ച കത്ത് പുറത്തു വന്നതോടെ ഈ കേസിന് പിന്നിലെ ദിലീപിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായി. ഈ കത്ത് ദിലീപിനെ ഏൽപ്പിക്കാൻ സുനി തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും കത്തിലെ ഉള്ളടക്കങ്ങൾ തനിക്കറിയാമായിരുന്നുവെന്നും സുനിയുടെ അമ്മ മൊഴി നൽകി. സുനി ജയിലിൽ കഴിയുമ്പോൾ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. 1.5 കോടിക്കാണ് ദിലീപ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നും ഇതിൽ 80 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചതെന്നും സുനി പിന്നീട് വെളിപ്പെടുത്തി. ഇത്തരം വെളിപ്പെടുത്തലുകളിലൂടെയാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായ സുനിക്ക് ദിലീപുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തുകയും ദിലീപ് കേസിലെ 8ാം പ്രതിയാവുകയും ചെയ്യുന്നത്. കേസിന്റെ ഭാഗമായി 2017 ഫെബ്രുവരി 23 പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കോടതിയിൽ കീഴടങ്ങാനെത്തിയ സുനിയെ കോടതി വളപ്പിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. പിന്നീട് 2024 സെപ്റ്റംബർ 17 വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകി. ഏതാണ്ട് 7.5 വർഷത്തോളം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക പീഡനം, ദൃശ്യങ്ങൾ പകർത്തിയതിന് IT ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് സുനിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒടുവിൽ ഈ മാസം 8-ാം തീയതി കേസിൽ വിധി പറയുമ്പോൾ ബലാത്സംഗ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയ സുനിൽകുമാർ എന്ന പൾസർ സുനിക്ക് നീതിപീഠം കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്ന് കാത്തിരുന്ന് കാണാം. സച്ചിൻ സജിക്കൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.